ആകർഷണ നിയമം ഉപയോഗിച്ച് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ഒരു പ്രത്യേക വ്യക്തിയെ നിങ്ങൾക്ക് തൽക്ഷണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന 3 വഴികൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പ്രത്യേകം ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. സോ 3 വഴികളുണ്ട്. ഈ 3 വഴികൾ സിമ്പിളായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. വളരെ പവർഫുൾ ആയിട്ടുള്ള 3 വഴികളാണ്. ഒട്ടും വൈകിക്കുന്നില്ല, നിങ്ങൾ മുഴുവനും ഈ വീഡിയോ കാണുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ വാട്സപ്പ് കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾക്ക് അംഗമാകാൻ ഇപ്പോൾ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ, ആ സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്, ഇൻസ്റ്റൻ്റായിട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള മനോഹരമായിട്ടുള്ള 3 വഴികളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ലവിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ലൊരു പാർട്ട്ണറിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആർക്കാണോ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 വഴികൾ യൂസ് ചെയ്യാം. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾ ഇതുവരെയും ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആവും. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള 3 വഴികളാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആവശ്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ നമ്മൾ കൂടുതലും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ആവശ്യമില്ലാത്തതായിരുന്നു. അതുകൊണ്ട് സീരിയസ്ലി പറയുന്നു, കുറച്ചുകൂടെ അവെയർ ആവുക. ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവുക. ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, ഇന്നു മുതലെങ്കിലും ഈ വീഡിയോ കാണുന്ന മുതലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിനെക്കുറിച്ച് മാത്രം പ്രവർത്തിക്കുക, അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പറ്റി സംസാരിക്കുവാനോ ചിന്തിക്കാനോ പോകണ്ട. സോ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് അറിയാം. വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും. തോട്ട്സ് ബിക്കം തിങ്സ്. ചിന്തകൾ വസ്തുക്കളായി മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഈ ഒരു 3 വഴികളും ഉപയോഗിക്കുക. സ്പെസിഫിക് ആയിട്ടുള്ള പറയുമ്പം ഏത് ടൈപ്പുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണെയും നമുക്ക് എന്ത് ചെയ്യാം, അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്കറിയാം, നമുക്കൊരു വ്യക്തമായ ധാരണ വേണം എന്ത് കാര്യത്തിലായാലും. സോ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാരിറ്റി ഈസ് പവർ. നമ്മുടെ ക്ലാരിറ്റിയാണ് നമ്മുടെ ലക്ഷ്യത്തെ കൊണ്ടെത്തിക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുന്നത്, അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടും ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു പക്ഷേ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും, അത് നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾ അട്രാക്റ്റ് ആകുന്നത്. അതുമല്ല, നിങ്ങൾ അട്രാക്റ്റ് ആകുന്നതിൻ്റെ മറ്റൊരു വശത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മേ ബി അത് ഡിലേ ആവും, അതായത് വൈകും നിങ്ങളിലേക്ക് എത്താനായിട്ട്. ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്രമാത്രം ഫോക്കസ്ഡ് ആണോ, എത്രമാത്രം നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നോ, അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. വേർ ദ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസ്. നിങ്ങളുടെ ഫോക്കസ് എങ്ങോട്ട് പോകുന്നു അവിടെ ആയിരിക്കും എനർജി പോകുന്നത്. നിങ്ങളുടെ ഫോക്കസ് പ്രോബ്ലത്തിലായിരിക്കുമെങ്കിൽ പ്രോബ്ലം എക്സ്പാൻഡ് ആവും. നിങ്ങളുടെ ഫോക്കസ് സൊല്യൂഷനിലാണെങ്കിൽ അവിടെ സൊല്യൂഷൻ എക്സ്പാൻഡ് ആവും. സോ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ കാര്യമുള്ളത്. പോയിന്റിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ അട്രാക്റ്റ് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്, അതായത് ദൃശ്യവൽക്കരണം. ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ലാഘവത്തോട് കൂടി കളയും. വിഷ്വലൈസേഷൻ, ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. ദൃശ്യവൽക്കരണം അല്ലേ, ഇതെനിക്ക് അറിയാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, ഇതൊക്കെ ഓൾറെഡി എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ ശരിയായ രീതിയിലാണോ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്? ശരിയായ രീതിയിലാണോ നിങ്ങൾ ദൃശ്യവൽക്കരണം ചെയ്യുന്നത്? നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണോ ആക്ച്വലി ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെ കീ പോയിന്റ്സ് ആണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടോ? ഇനിയും അറിയില്ലെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾ സഹായിക്കും. സോ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പം വളരെയധികം പവർഫുള്ളായിട്ടൊരു ടൂളാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന പവർഫുള്ളായിട്ടൊരു ടൂളാണ് വിഷ്വലൈസേഷൻ. സോ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആക്ച്വലി
ഏർലി മോർണിംഗും അതുപോലെ ബിഫോർ ദ ബെഡും, രാവിലെ എണീക്കുമ്പോഴും അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന തൊട്ട് മുന്നേയും. ഇതുകൊണ്ട് ഈ സമയത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വളരെ ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കും. കാരണം നിങ്ങൾ രാവിലെ ഉറക്കം എണീക്കാൻ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് വളരെ സമാധാനത്തിലും വളരെ ശാന്താവസ്ഥയിലുമാണ്. പലപ്പോഴും എൻ്റെ ഡെയിലി റൂട്ടീൻസിൽ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ഡെയിലി റൂട്ടീൻസ് ചെയ്യാറുണ്ട്. സോ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പലപ്പോഴും ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ടൈമിൽ തന്നെ എൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി അത്ര ഹയറിൽ നിൽക്കുമ്പം ആ ടൈമിൽ വിഷ്വലൈസേഷൻ ചെയ്തപ്പോൾ അത്രമാത്രം വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് എനിക്ക് കിട്ടേണ്ടായി. സോ നിങ്ങൾക്ക് ഇതുപോലെ ഡെയിലി റൂട്ടീൻ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. സോ ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ ഡെയിലി റൂട്ടീൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് നമ്മളെ മൈൻഡ് അതുപോലെ നമ്മുടെ മനസ്സൊക്കെ വളരെ ശാന്താവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി അലൈൻമെൻറ്റ്, മെൻ്റൽ അലൈൻമെൻറ്റ്, അതുപോലെ വൈബ്രേഷൻ ഫ്രീക്വൻസി അലൈൻമെൻറ്റ് ഇതെല്ലാം കറക്റ്റ് ഒരു വേവ് ലെങ്ത്തിലേക്ക് വരും. സമയത്ത് നമ്മളെ പ്രപഞ്ചശക്തിയുമായിട്ട് നമുക്ക് വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഏർലി മോർണിംഗ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗം മാനിഫെസ്റ്റ് ആകുന്നത്. ബിക്കോസ് കറക്റ്റ് വേയിൽ നമുക്ക് യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സമയത്ത് നമ്മൾ പറയുന്ന ഏതൊരു കാര്യം, അഫർമേഷൻസ് ആയിക്കോട്ടെ, വിഷ്വലൈസേഷൻ പ്രോസസ്സ് ആയിക്കോട്ടെ, അതൊക്കെ വളരെ വേഗം മാനിഫെസ്റ്റ് ആവും. ഇത് രാവിലെ ചെയ്യുന്ന കാര്യത്തെ പറയണേ. ഇനി നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കണം മുന്നേ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ വളരെ ബിസി ആയിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. സോ കൂടുതലും നമ്മൾ ഫോണുമായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. കിടക്കാൻ പോകുന്ന തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഫോണ് എടുത്ത് നോക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നോക്കും. സോ കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിൻ ഇല്ല. സോ പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും കാര്യം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഉറങ്ങുന്ന തൊട്ട് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം? ആ ഫോണൊന്ന് മാറ്റി വയ്ക്കുക, ഡിസിപ്ലിൻഡ് ആവുക. എന്നിട്ട് കിടക്കാൻ തൊട്ട് മുന്നേ ആയിട്ട് അതേ കിടന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. സോ ആ സ്ക്രിപ്റ്റ് പ്രകാരം വിഷ്വൽ ചെയ്യുക, ആഴത്തിലേക്ക് ഇറങ്ങുക, ജസ്റ്റ് ഡീപ്പ് സ്ലീപ്പിലേക്ക് അങ്ങ് പോവുക. ഈ വിഷ്വലൈസേഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിത്രീകരണം നടത്തുമല്ലോ. സോ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുകളടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു സംഭവം ഈ നിമിഷം ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ എന്തിന് ഫീലോട് കൂടി ഇമാജിൻ ചെയ്യണം. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സംഭവം, ആ ഒരു വസ്തുത ഈ നിമിഷം നിങ്ങളോടൊപ്പം അത് നടക്കുന്നതായിട്ട് നിങ്ങൾ ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ വിഷ്വൽ ചെയ്യുക. ആ ഒരു പർട്ടിക്കുലർ വ്യക്തി, ആ ഒരു സ്പെസിഫിക് ആയിട്ടൊരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ അടുത്തുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ 5 സെൻസസ് ഉണ്ടല്ലോ. 5 സെൻസസ് എന്ന് പറയുമ്പോൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. സോ ഈ 5 ഇന്ദ്രിയങ്ങളും ആക്ടിവേറ്റായി ആ സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഫീലിങ്സ് കിട്ടുന്നത്, ആ സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് എന്താണ്, അതിപ്പോൾ ഫീൽ ചെയ്യുക, ഈ നിമിഷം ഫീൽ ചെയ്യുക. എന്നായിരിക്കും കാണുന്നത്? ആ വ്യക്തി സംസാരിക്കുന്ന സൗണ്ട്, ആ വ്യക്തിയുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഒരു ടച്ചിങ് ഫീൽ, സ്മെല്ല്. എത്രമാത്രം നിങ്ങളുടെ സെൻസസിന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ആക്ടിവേറ്റ് ചെയ്യുക. ഫീലിങ്സ് കൊടുക്കുക, ഇമോഷൻസ് കൊടുക്കുക. തുടക്കത്തിൽ പറഞ്ഞ പോലെ തോട്ട്സ് ബിക്കം തിങ്സ്, ചിന്തകൾ വസ്തുക്കളായി മാറും. സോ നിങ്ങൾക്ക് എത്രമാത്രം ചിന്തകൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം കൊടുക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് പ്രത്യേകം നിങ്ങൾക്ക് അറിയാമല്ലോ, അവനെ പറ്റിക്കാൻ എളുപ്പമാണ്. സോ നിങ്ങൾ ഏത് തരത്തിലുള്ള ഫീലിങ്സ് ആണ്, ഇമോഷൻസ് ആണ്, അതുപോലെ ചിത്രീകരണങ്ങളാണ് കൊടുക്കുന്നത്, അത് നിർമ്മിക്കപ്പെടും, അത് ഉറപ്പായിട്ട് നിർമ്മിക്കപ്പെടും. ഇനി രണ്ടാമത്തെ വഴി എന്താണെന്ന് നോക്കാം. ആ സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണെ അട്രാക്റ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ വഴി മിറർ മാച്ചിങ് എന്ന് പറയും. എന്താ മിറർ മാച്ചിങ്? എന്താണ് ഈ മിറർ മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അതായിരിക്കും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതെന്താണ്? നല്ലതുമാണ് ചീത്തയുമാണ്. അതായത് നല്ലതും റിഫ്ലക്റ്റ് ചെയ്യും, ചീത്തയും റിഫ്ലക്റ്റ് ചെയ്യും. അതായത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എന്താണോ അത് നമുക്ക് മറ്റുള്ളവരിൽ കാണാൻ പറ്റും. അത് ഈഗോ ആവാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആങ്സൈറ്റി, അല്ലെങ്കിൽ ഗിൽറ്റി, എവറിത്തിങ് എല്ലാം അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ്
നമ്മുടെ പുറമേ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കിയേ. അപ്പം നമ്മുടെ പുറമേ എന്താണോ അതാണ് നമ്മുടെ ഉള്ളിലും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ലൊരു ലവിങ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ തേടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഒരാളെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറമേയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ആക്കാനായിട്ട് നമ്മൾ നോക്കും. പക്ഷേ എല്ലാ ആൾക്കാരുടെയും ഉള്ളിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊരു സംഭവമുണ്ട്. അതിനെ നമുക്ക് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നോ അല്ലെങ്കിൽ ഇല്ലായ്മയെന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമുക്കെന്ത് പറയാം. അതിന് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ ഉള്ളിൽ കെട്ടിക്കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതല്ല നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ ഉള്ളിൽ, എന്താണോ അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയുന്നു, മനസ്സിലാക്കുക. എന്താണോ നമുക്ക് വേണ്ടത് അതല്ല നമുക്ക് കിട്ടുന്നത്. എന്താണോ അതാണ് നമ്മളിലേക്ക് വരുന്നത്. വേറൊരു കാര്യം പറയണമെങ്കിൽ, ഒരുപാട് ആൾക്കാർ അവരുടെ മൈൻഡിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ആൾക്കാരും പറഞ്ഞു കേട്ട്, ഭാര്യയാകുമ്പോൾ ഇങ്ങനെ ആവണം, കാമുകിയാകുമ്പോൾ ഇങ്ങനെ ആവണം, അവൾ ഇങ്ങനെ ഉണ്ടാവണം, അവർക്ക് ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ കാമുകനാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവണം, അങ്ങനെ ആവണം എന്നൊക്കെ ഒരുപാട് തരത്തിൽ അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പലപ്പോഴും നമ്മളെ ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം, ആ വ്യക്തിയുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ, ഈ തരത്തിലുള്ള ഒരാളല്ലല്ലോ ഞാൻ ആക്ച്വലി കണക്റ്റ് ആക്കാൻ വേണ്ടി ഇരുന്നത്, എൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ഒരാളല്ലോ ഇത്. ഓക്കെ, സോ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് പോവുക, എന്നിട്ട് ചിന്തിക്കുക എനിക്ക് എന്താണ് ആക്ച്വലി വേണ്ടത്, എന്നിട്ട് ചിന്തിക്കുക എൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിയുമായിട്ട് കറക്റ്റായിട്ട് അലൈൻഡ് ആണോ അത്, നിങ്ങൾ ആ ഒരു അലൈനിലാണോ ജീവിക്കുന്നത്. ഒരുപാട് ആൾക്കാർ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹോണസ്റ്റ് ആയിട്ടുള്ളതും സത്യസന്ധമായിട്ടുള്ള ഒരാളെയും സ്നേഹത്തോടെ ഒരാളെയും പറയാത്ത ഒരാളെയാണ് അവർ ആകർഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയേ, നിങ്ങൾ ഹോണസ്റ്റ് ആണോ, നിങ്ങൾ സത്യസന്ധനായിട്ടുള്ള ആളാണോ, നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണോ, നിങ്ങൾ എന്തെങ്കിലും മറയ്ക്കുന്ന ഒരാളാണോ? സോ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഒരിക്കലും അവരാഗ്രഹിക്കുന്ന പോലെ ഒരാളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞു, മിറർ മാച്ചിങ്. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അതായിരിക്കും നിങ്ങളിലേക്കും കിട്ടുന്നത്. ഈ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം, ഗ്രാറ്റിറ്റ്യൂഡ്. സോ പല വീഡിയോയിലും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. സോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം നമുക്ക് മലയാളത്തിൽ പറയാം, നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് പ്രോബ്ലംസ് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ പോകുന്നൊരു കാര്യം എന്ന് വെച്ചത്, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആവത്തില്ല. നമുക്കൊരു സ്ഥലത്ത് നിന്ന് സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട പാർട്ണർ നമ്മളെപ്പോഴും സ്നേഹിക്കുമ്പോൾ, ആ സമയത്ത് നമ്മൾ നന്ദിയുള്ളവരാകാറില്ല സാധാരണഗതിയിൽ. കാര്യം നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് അവിടെയാണ് ഒരു മാറ്റം വരുത്താണ്ടത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളിപ്പം ആ ഒരു പേഴ്സണുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നല്ല മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ ആ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ പാർട്ണർ നിങ്ങളോടൊപ്പം ജീവിക്കുന്നതിന് നിങ്ങൾ നന്ദിയുള്ളവരാവണം, നന്ദി പറയണം. ഇനി അതുപോലെ നിങ്ങളൊരു സ്പെഷ്യലായിട്ടുള്ള പേഴ്സണെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളോടൊപ്പം ജീവിക്കുന്നതും നിങ്ങളോടൊപ്പം ഇടപെടുന്നതും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ വ്യക്തി സ്നേഹിക്കുന്നതിനും എല്ലാത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഓൾറെഡി നമുക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്കതിനെ ഗ്രാറ്റിറ്റ്യൂഡ് സ്ക്രിപ്റ്റായിട്ട് തയ്യാറാക്കാം. സോ എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളിലേക്ക് ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്കും ദൈവത്തിനും നമുക്ക് നന്ദി പറയാം. അത് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് നന്ദി പറയാം. ഇപ്പോഴും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവൻ്റെ നിന്നും ഉള്ളതും കൂടി എടുക്കപ്പെടുമെന്ന്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ ക്യാച്ചിയായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്, ആ ഗ്രാറ്റിറ്റ്യൂഡിൽ നമുക്ക് അത്രമാത്രം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ചിലപ്പം
ജസ്റ്റ് നിങ്ങൾ സിംപിളി അങ്ങ് കളയും. ബട്ട് അങ്ങനെയല്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുക ഗ്രാറ്റിറ്റ്യൂഡിന്. അതുപോലെ തന്നെ ഒരു ബോണസ് പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും ലെറ്റ് ഗോയും കൂടെ ചെയ്യുക. സോ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്തു, മിറർ മാച്ചിങ് ചെയ്തു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. സോ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ വിട്ടുകൊടുക്കുക. ആർക്കാ? ആ പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുക. സോ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് അതിൽ കിട്ടുമോ ഇല്ലേ, ചാടുമോ പറക്കുമോ, അതിനെക്കുറിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒന്നിനെ കുറിച്ച് വെറിയിടാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു, അതിനെ ലെറ്റ് ഗോ ചെയ്ത് വിട്ടുകൊടുക്കുക. റൈറ്റ് ടൈമിൽ നിങ്ങളിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും. അത് ഓൾറെഡി എത്തിക്കഴിയുകയും ചെയ്തു. സോ ബി ഹാപ്പി ഓൾവേസ്. എപ്പോഴും സന്തോഷത്തോടെ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിൽ വെച്ചുകൊണ്ട് ഗ്രേറ്റ്ഫുള്ളോടുകൂടി, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് കൂടി തന്നെ നന്നായിട്ട് മുന്നോട്ട് പോവുക. എല്ലാ ആൾക്കാർക്കും ഈ വീഡിയോയിലൂടെ ഈ 3 വഴികൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ സ്പെസിഫിക് പേഴ്സൺ നിങ്ങളിലേക്ക് എത്രയും വേഗം അട്രാക്റ്റ് ആവട്ടെ. നിങ്ങൾ എത്രയും വേഗം നിങ്ങളെ ലൈഫിലേക്ക് വരട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെയും നിങ്ങൾക്ക് വന്ന് സംശയങ്ങൾ ചോദിക്കാം. എല്ലാ ആൾക്കാർക്കും ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പത്ത് സമൃദ്ധി ഐശ്വര്യവും ആരോഗ്യവും നല്ലപോലെ സ്നേഹവും ഉണ്ടാവട്ടെ. താങ്ക് യു.